എല്ലാ കൂട്ടുകാരെയും ഫേസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെറിയൊരു ബ്രേക്കിലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബഷീർ ദിന ക്വിസുമായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൂലൈ 5 ബഷീർ ദിനമാണ്. എല്ലാ സ്കൂളുകളിലും വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട ക്വിസ് മത്സരങ്ങൾ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഈ ക്വിസ് മത്സരങ്ങളിൽ വളരെ മികച്ച പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ചോദ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് വായനാ ദിനത്തോടനുബന്ധിച്ച് കുറേ ചോദ്യങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ അത് പഠിച്ചു. 73 കുട്ടികളാണ് സ്കൂളുകളിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് ഈ പ്രൈസ് കിട്ടിയതായിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. ഒരുപാട് മത്സരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കിടിലൻ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പോവാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക, അവസാനം വരെയുള്ള ചോദ്യങ്ങളും കേൾക്കുക. അപ്പോൾ നമ്മൾ 3 പാർട്ടായിട്ടാണ് ബഷീർ ദിന ക്വിസിന് വേണ്ടി തയ്യാറെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. മുഴുവനും കേൾക്കുക, നന്നായിട്ട് പഠിക്കുക. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം എവിടെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം തലയോലപ്പറമ്പാണ്. അപ്പോൾ കൂട്ടുകാരോട് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഈ വീഡിയോ കേൾക്കുന്നവരിൽ വായനാ ദിനത്തിന് സ്കൂളിൽ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ പ്രൈസ് കിട്ടിയ കുട്ടികളുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ പേരൊന്ന് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച സ്ഥലം എവിടെയാണ് എന്നുള്ളതാണ്. എവിടെയാണ്? തലയോലപ്പറമ്പ്. സ്ഥലപ്പേര് പഠിച്ചു വെക്കുക. തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അപ്പോൾ എവിടെയാണ് ഈ തലയോലപ്പറമ്പ്? കോട്ടയം ജില്ലയിലാണ്. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത്. അപ്പോൾ സ്ഥലപ്പേര് പഠിച്ചു കേട്ടോ. ഏതാണ്? തലയോലപ്പറമ്പ്, കോട്ടയം ജില്ല. ഈ രണ്ടാമത്തെ ചോദ്യം: വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എപ്പോഴാണ്? എപ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്ന് ചോദിച്ചാൽ 1908 ജനുവരി 21. വർഷം ഏതാണ്? 1908 ജനുവരി 21 വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിൽ ജനിച്ചത്. ഇനി അടുത്ത ചോദ്യം: വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ്? കൊച്ചു മുഹമ്മദ് എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര് കൊച്ചു മുഹമ്മദ് എന്നാണ്. പേര് പഠിച്ചു വെക്കുക. കൊച്ചു മുഹമ്മദ് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേര്. ബഷീർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സന്തോഷ വാർത്ത നൽകുന്നവൻ അല്ലെങ്കിൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ. അപ്പോൾ ബഷീർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥം സന്തോഷ വാർത്ത നൽകുന്നവൻ അല്ലെങ്കിൽ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ എന്നൊക്കെയാണ്. ബഷീറിൻ്റെ മാതാവിൻ്റെ പേരെന്താണ്? കുഞ്ഞാത്തുമ്മ എന്നാണ്. ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ്. അപ്പോൾ ബഷീർ ദിന ക്വിസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ബഷീറിൻ്റെ മാതാവിൻ്റെ പേര് പഠിച്ചു വെക്കുക. കുഞ്ഞാത്തുമ്മ എന്നാണ് മാതാവിൻ്റെ പേര്. ബഷീറിൻ്റെ പിതാവ് ആരാണ്? കായി അബ്ദുറഹ്മാൻ. ബഷീറിൻ്റെ പിതാവിൻ്റെ പേരാണ് കായി അബ്ദുറഹ്മാൻ. അപ്പോൾ കുഞ്ഞാത്തുമ്മ മാതാവും കായി അബ്ദുറഹ്മാൻ എന്നവർ പിതാവും ആയിരുന്നു. ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഫാബി ബഷീർ എന്നാണ്. ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ എന്നാണ്. പേര് പഠിച്ചു വെക്കുക. ഫാബി ബഷീർ എന്നാണ് ബഷീറിൻ്റെ ഭാര്യയുടെ പേര്. ഫാബി ബഷീറിൻ്റെ മുഴുവൻ പേരെന്താണ്? ഫാത്തിമ ബീവി എന്നാണ്. അപ്പോൾ ഫാബി എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവി എന്നാണ്. ഫാത്തിമയുടെ ഫ എന്നതും ബീവി എന്നതിൽ ബിയും ചേർത്തിട്ടാണ് ഫാബി എന്ന് ചുരുക്ക രൂപത്തിൽ വിളിക്കപ്പെടുന്നത്. അപ്പം ഫാബി ബഷീറിൻ്റെ മുഴുവൻ പേരെന്താണെന്ന് ചോദിച്ചാൽ ഫാത്തിമ ബീവി എന്നാണ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരാണ്? ബഷീർ തന്നെയാണ്. അപ്പോൾ ഒരു ഹാസ്യ കഥകളൊക്കെ എഴുതുന്ന ഒരു കഥാകൃത്ത് കൂടിയാണ് അല്ലെങ്കിൽ നോവലിസ്റ്റ് കൂടിയാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആര് തന്നെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഇനി ബഷീർ ദിനം എന്നാണ്? ജൂലൈ 5. ബഷീർ ദിനം ജൂലൈ 5. ജൂലൈ 5 ബഷീർ ദിനം ആചരിക്കുന്നത്. ബഷീർ അന്തരിച്ച ദിനമായിട്ടുള്ള ജൂലൈ 5 ബഷീർ ദിനമായിട്ട് ആചരിക്കുന്നത്.
ബഷീറിൻ്റെ തൂലികാനാമം എന്താണ്? പ്രഭ എന്നാണ്. ബഷീറിൻ്റെ തൂലികാനാമം പ്രഭ എന്നാണ്. പക്ഷേ എപ്പോഴും അദ്ദേഹം ഈ പ്രഭ എന്ന പേരിൽ എഴുതിയിട്ടില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ രഹസ്യ പേര് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ സമയത്ത് മാത്രമാണ് പ്രഭ എന്ന പേര് ഉപയോഗിച്ചത്. എന്നാലും ചോദ്യം വരികയാണെങ്കിൽ ബഷീറിൻ്റെ തൂലികാനാമം എന്താണ് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ പ്രഭ എന്ന പേര് കൊടുക്കുക. എപ്പോഴും അദ്ദേഹം ഈ പേരിൽ എഴുതിയിട്ടില്ല. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത്? പ്രഭ. അപ്പോൾ പ്രഭ എന്ന പേരിൽ അദ്ദേഹം എഴുതിയത് ഉജ്ജീവനം വാരികയിൽ മാത്രമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു വാരികയാണ് ഉജ്ജീവനം. അപ്പോൾ ആ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഒരു രഹസ്യനാമം എന്ന രൂപത്തിലാണ് ബഷീർ പ്രഭ എന്ന പേര് സ്വീകരിച്ചത്. മറ്റുള്ള സാഹിത്യകാരന്മാരെ പോലെ എപ്പോഴും അദ്ദേഹം പ്രഭ എന്ന പേരിലല്ല എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഉജ്ജീവനം വാരികയിൽ ആ പേര് പഠിച്ചു വെക്കുക. ബഷീർ സ്ഥാപിച്ചിട്ടുള്ള ഒരു വാരികയാണ് ഉജ്ജീവനം വാരിക. ഈ ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ ലേഖനങ്ങൾ എഴുതിയതെന്ന് ചോദിച്ചാൽ പ്രഭ എന്ന തൂലികാനാമത്തിലാണ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏതാണ്? ബാല്യകാല സഖിയാണ്. ബഷീറിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന കൃതി ഏതാണ്? ബാല്യകാല സഖിയാണ്. ഇപ്പോൾ ഒരു സാഹിത്യകാരൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രചനയാണ് മാസ്റ്റർ പീസ് എന്ന് പറയുക. അപ്പം ബഷീറിൻ്റെ മാസ്റ്റർ പീസായിട്ട് വിലയിരുത്തപ്പെടുന്നത് ബാല്യകാല സഖിയാണ്. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്ന പേരെന്താണ്? ടാറ്റ എന്നാണ്. ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ച പേര് ടാറ്റ എന്നായിരുന്നു. വിവാഹത്തിനു ശേഷം ബഷീർ ബേപ്പൂരിലെ ഏത് വീട്ടിലേക്ക് താമസം മാറിയത്? വൈലാലിൽ വീട് എന്നുള്ളതാണ്. വൈലാലിൽ വീട് എന്ന വീട്ടിലേക്കാണ് വിവാഹത്തിന് ശേഷം ബഷീർ താമസം മാറിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലേക്ക് അദ്ദേഹം താമസം മാറുന്നുണ്ട്. അപ്പോൾ താമസം മാറിയത് ഏത് വീട്ടിലേക്കാണ്? വൈലാലിൽ വീട്. അപ്പോൾ ബഷീർ താമസിച്ചിരുന്ന വീട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ പേര് പറഞ്ഞു കൊടുക്കുക. വൈലാലിൽ വീട് എന്ന വീട്ടിലാണ് ബഷീർ വിവാഹത്തിന് ശേഷം ജീവിച്ചിട്ടുള്ളത്. അപ്പം ബഷീർ താമസിച്ച വീട് ചോദിച്ചു കഴിഞ്ഞാലും ഈ പേര് പറഞ്ഞാൽ മതി, വൈലാലിൽ വീട്. ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരാണ് കടുവാക്കുഴി ഗ്രാമം. ബഷീർ ഒരു സാങ്കല്പിക ഗ്രാമം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് കടുവാക്കുഴി ഗ്രാമം എന്ന് പറയുന്നത്. പ്രസാധനം ചെയ്യപ്പെട്ട ബഷീറിൻ്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം. പ്രസാധനം ചെയ്യപ്പെട്ട ബഷീറിൻ്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുത്ത് ആരംഭിച്ചത് കൊണ്ട് തന്നെ ആ ഒരു പ്രായത്തിലുണ്ടാകുന്ന ഒരു ചാബല്യമൊക്കെ ഓർത്ത് വെക്കുക. ആദ്യം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ട ബഷീറിൻ്റെ കൃതിയാണ് പ്രേമലേഖനം. ബഷീറിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഏതാണ്? അത് എൻ്റെ തങ്കം എന്നുള്ളതാണ്. ആദ്യത്തെ കഥ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തങ്കം, കഥ തങ്കം. അപ്പോൾ എൻ്റെ തങ്കം എന്നുള്ളത് ആദ്യ കഥയാണ്. ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട കൃതിയാണ് പ്രേമലേഖനം. അത് ചെറുകഥകളുടെ സമാഹാരമായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷിലാണ്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങിയ കൃതി ഏതാണ്? ബാല്യകാല സഖിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതി തുടങ്ങിയത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ്. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു സുൽത്താൻ എന്ന് ആ പേര് അദ്ദേഹത്തെ വിളിച്ചത് ആര് തന്നെയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉജ്ജീവനം വാരികയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഉജ്ജീവനം വാരികയിലാണ് പ്രഭ എന്ന പേരിൽ അദ്ദേഹം ലേഖനം എഴുതിയിരുന്നത്. അപ്പം ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേരാണ് ഉജ്ജീവനം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? പ്രേമലേഖനമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ്? പ്രേമലേഖനമാണ്. ബഷീർ പ്രേമലേഖനം എഴുതിയ വർഷം ഏതാണ്? 1942. 1942 ബഷീർ പ്രേമലേഖനം എന്ന് പറയുന്ന കൃതി എഴുതുന്നത്. ആ വർഷം ഓർത്ത് വെക്കുക. ആദ്യത്തെ പ്രസിദ്ധീകരണമായതുകൊണ്ട് തന്നെ ആ വർഷം ഒന്ന് ഓർത്ത് വെക്കുക. 1942 ബഷീർ പ്രേമലേഖനം എഴുതിയത്. ഏതാണ് ബഷീർ എഴുതിയ ഏക നാടകം? കഥാബീജം. കഥാബീജമാണ് ബഷീർ എഴുതിയ ഏക നാടകം എന്ന് പറയുന്നത്. അപ്പോൾ ബഷീർ ഒരേ ഒരു നാടകം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരാണ് കഥാബീജം.
കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാള സാഹിത്യകാരനാണ് ബഷീർ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാള സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ബഷീറാണ്. ആദ്യത്തെ മലയാളി എന്ന് ചോദിച്ചാലും ബഷീർ തന്നെയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയാണ് ബഷീർ. ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥയാണ് തേന്മാവ് എന്ന് പറയുന്നത്. ബഷീറിൻ്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥയുടെ പേരാണ് തേന്മാവ്. അപ്പോൾ തേന്മാവുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു സംഗതിയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന ബഷീറിൻ്റെ കഥയുടെ പേരാണ് തേന്മാവ്. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവലാണ് മാന്ത്രിക പൂച്ച എന്ന് പറയുന്നത്. അപ്പോൾ മാന്ത്രിക പൂച്ച എന്ന് പറയുന്ന നോവലിലാണ് ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് ഈ മാന്ത്രിക പൂച്ചയിൽ പരാമർശിക്കുന്ന പൂച്ച മകൾ ഷാഹിനയുടെ പൂച്ചയാണ്. ബഷീറിൻ്റെ മകൾ ഷാഹിന കഥാപാത്രമായിട്ട് വരുന്ന നോവലാണ് മാന്ത്രിക പൂച്ച. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉപ്പ് സത്യാഗ്രഹമാണ്. ബഷീറിന് ജയിൽവാസം ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. അത് നമുക്കറിയാം, ബഷീർ സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ പേരിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് ബഷീറിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. കഥാബീജത്തിന് അവതാരിക എഴുതിയതാരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അപ്പം കഥാബീജത്തിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ബഷീർ എഴുതിയ ഒരേയൊരു നാടകമാണ് കഥാബീജം. അപ്പോൾ അതിന് അവതാരിക എഴുതിയതാരാണ് അല്ലെങ്കിൽ ആമുഖം എഴുതിയതാരാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പാണ് അവതാരിക എഴുതിയത്. ബാല്യകാല സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏത് വർഷമാണ്? 1994. അപ്പോൾ നമ്മൾ ബാല്യകാല സഖിയുടെ പ്രത്യേകത പറഞ്ഞു. എന്താണ്? ബഷീറിൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിളിക്കാവുന്ന കൃതിയാണ്. അപ്പോൾ അതിൻ്റെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് 1994 ഓഗസ്റ്റിലാണ്. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കി സംവിധാനം ചെയ്തതാരാണ്? പി ഭാസ്കരനാണ്. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കിയിട്ട് സംവിധാനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ പി ഭാസ്കരൻ. പി ഭാസ്കരനാണ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന നോവൽ സിനിമയാക്കി സംവിധാനം ചെയ്തിട്ടുള്ളത്. മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതിയാണ് ബാല്യകാല സഖി. ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. അപ്പോൾ ഈ മജീദും സുഹറയും കഥാപാത്രങ്ങളായിട്ട് വരുന്ന ബഷീറിൻ്റെ കൃതിയാണ് ബാല്യകാല സഖി എന്നത്. ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതാരാണ്? മമ്മൂട്ടിയാണ്. ബാല്യകാല സഖി എന്ന ചലച്ചിത്രത്തിൽ നായകനായി അഭിനയിച്ചതാരാണ്? മമ്മൂട്ടിയാണ്. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകനാരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയിട്ടുള്ള സംവിധായകനാരാണ്? അടൂർ ഗോപാലകൃഷ്ണനാണ്. അടുത്തത്, മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചതാരാണ്? മമ്മൂട്ടിയാണ്. മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി അഭിനയിച്ചതാരാണ്? മമ്മൂട്ടിയാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ്? മതിലുകളാണ്. അഥവാ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കാൻ കാരണമായിട്ടുള്ള ബഷീറിൻ്റെ നോവൽ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഏത് നോവൽ സിനിമയാക്കിയിട്ട് ആ സിനിമയിൽ അഭിനയിച്ചതിലൂടെയാണ് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ മതിലുകൾ എന്ന ബഷീറിൻ്റെ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ചിട്ടുള്ള സിനിമയുടെ അഭിനയത്തിനാണ്. സ്ത്രീകൾ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചലച്ചിത്രം ഏതാണ്? മതിലുകളാണ്. ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച സിനിമയായിട്ടുള്ള മതിലുകൾ എന്ന സിനിമയിലാണ് മലയാളത്തിൽ സ്ത്രീകൾ വേഷം ഇടാത്തത്. ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടതാരാണ്? മമ്മൂട്ടിയാണ്. ആദ്യമായിട്ട് ഒരു സിനിമയിൽ ബഷീറിൻ്റെ കഥാപാത്രം അല്ലെങ്കിൽ ബഷീറായി വേഷമിടുന്നതാരാണ്? മമ്മൂട്ടിയാണ്. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാരാണ്? അത് പ്രേം നസീറാണ്. ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചതാരാണ്? പ്രേം നസീറാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബാല്യകാല സഖി ബഷീറിൻ്റെ മാസ്റ്റർ പീസാണ്. മജീദിൻ്റെയും സുഹറയുടെയും കഥയാണ് ബാല്യകാല സഖിയിൽ പറയുന്നത്. അപ്പോൾ അതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള മജീദായിട്ട് വേഷമിട്ടതാരാണ്? പ്രേം നസീറാണ്. പ്രേം നസീർ അഭിനയിച്ച ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ്? അപ്പോൾ ബഷീറിൻ്റെ മറ്റൊരു കൃതിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ പ്രേം നസീർ അഭിനയിച്ച ഒരു സിനിമയാണ് ഭാർഗവി നിലയം. ഈ ഭാർഗവി നിലയം എന്ന് പറയുന്നത് ബഷീറിൻ്റെ
ഒരു കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ്. ബഷീറിൻ്റെ ഒരു കൃതിയെ സിനിമയാക്കിയതാണ് ഭാർഗവീ നിലയം. ബഷീറിൻ്റെ ഏത് കൃതിയെയാണ് ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയാക്കിയതെന്ന് ചോദിച്ചാൽ നീല വെളിച്ചമാണ്. അപ്പോൾ നീല വെളിച്ചം എന്ന ബഷീറിൻ്റെ കൃതിയാണ് ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയാക്കിയിട്ടുള്ളത്. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ ഹാസ്യനടൻ പത്മദലാക്ഷൻ പ്രസിദ്ധനായ പേരെന്താണ്? കുതിരവട്ടം പപ്പു എന്നാണ്. അപ്പം ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കൃതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഭാർഗവീ നിലയം എന്ന സിനിമ വരുന്നത്. ഭാർഗവീ നിലയം എന്ന സിനിമയിൽ ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് പത്മദലാക്ഷൻ എന്ന് പറയുന്നത്. പത്മദലാക്ഷൻ. അപ്പോൾ ഈ പത്മദലാക്ഷൻ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? കുതിരവട്ടം പപ്പു എന്ന പേരിലാണ് പത്മദലാക്ഷൻ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രസകരമായിട്ടുള്ള കാര്യം, ഈ കുതിരവട്ടം പപ്പു എന്ന പേര് പത്മദലാക്ഷന് കൊടുത്ത ആരാണ്? അത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബഷീർ കണ്ടെത്തിയ പത്മദലാക്ഷൻ എന്ന നാടക നടൻ പിന്നീട് ബഷീർ നൽകിയ മറ്റൊരു പേരിലാണ് സിനിമാ രംഗത്ത് പ്രശസ്തനായത്. ഏതാണ് ആ പേര്? കുതിരവട്ടം പപ്പുവാണ്. അപ്പോൾ പത്മദലാക്ഷൻ ഏത് പേരിലാണ് അറിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ കുതിരവട്ടം പപ്പു എന്നാണ്. പത്മദലാക്ഷന് ആ പേര് നൽകിയതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പോൾ കുതിരവട്ടം പപ്പുവിൻ്റെ യഥാർത്ഥ പേര് പത്മദലാക്ഷനാണ്. പത്മദലാക്ഷന് ആ പേര് നൽകിയതാരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? എ വിൻസെൻ്റ് ആണ്. ഭാർഗവീ നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ്? എ വിൻസെൻ്റ്. പേരോർത്ത് നോക്കുക, എ വിൻസെൻ്റ് ആണ് ഭാർഗവീ നിലയം സംവിധാനം ചെയ്തത്. അപ്പം നമ്മൾ നേരത്തെ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു മതിലുകൾ സംവിധാനം ചെയ്തു. അതുപോലെ തന്നെ പി ഭാസ്കരൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ എ വിൻസെൻ്റ് ആണ് ഭാർഗവീ നിലയം നീല വെളിച്ചം എന്ന് പറയുന്ന ബഷീറിൻ്റെ കൃതി ഭാർഗവീ നിലയം എന്ന പേരിൽ സിനിമയാക്കിയത് എ വിൻസെൻ്റ് ആണ്. വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്? ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന് പറയുന്ന ബഷീറിൻ്റെ കൃതിയിൽ നിന്നാണ് വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് പറയുന്ന ആ ഒരു പദം എടുത്തിട്ടുള്ളത്, ആ ഒരു പ്രയോഗം എടുത്തിട്ടുള്ളത്. ബഷീർ കൃതികളിൽ ഇങ്ങനെയുള്ള വ്യത്യസ്തമായുള്ള പ്രയോഗങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന പദം എടുത്തിട്ടുള്ളത് ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന് പറയുന്ന ബഷീറിൻ്റെ കൃതിയിൽ നിന്നാണ്. തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥയാണ് ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ബഷീറിൻ്റെ കൃതികളൊക്കെ വായിച്ച ആളുകൾക്കറിയാം കൂടുതലും എന്ന് മാത്രമല്ല ഏകദേശം എല്ലാ കൃതികളും കുടുംബവുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടവയാണ്. അപ്പോൾ തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥയാണ് ഇത് ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോഴേ അറിയാം കുടുംബ വീട് എന്നൊക്കെ പറയുമ്പം നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളെയൊക്കെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരും. അവരൊക്കെ ഒരു കഥാപാത്രങ്ങളായിട്ട് വരും അല്ലേ? അതാണല്ലോ കുടുംബ വീട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന് പറയുന്ന ഒപ്പൂപ്പാനെ കുറിച്ച് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബ വീട്ടിൽ നിന്ന് എഴുതിയതായിട്ട് നമുക്ക് ഉത്തരത്തിൽ കൃത്യമായിട്ട് ഉത്തരം നൽകാവുന്നതാണ്. അപ്പോൾ എന്തായാലും തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥയാണ് ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന് പറയുന്നത്. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന ബഷീറിൻ്റെ കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന ഒരു പേര് കൂടെ നൽകപ്പെട്ടിട്ടുള്ളത്. ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആടാണ്. ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏതാണ്? പാത്തുമ്മയുടെ ആടാണ്. അപ്പോൾ കുടുംബ വീട്ടിലുള്ള സമയത്ത് ബഷീർ എഴുതിയ കുടുംബകഥയാണ് ടുപ്പൂപ്പാക്കൊരാനയുണ്ടാർന്ന് എന്ന് പറയുന്നത്. ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന ഏതാണ്? പാത്തുമ്മയുടെ ആടാണ്. പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ഇത് തന്നെയാണ്, പാത്തുമ്മയുടെ ആടാണ്. ആത്മകഥാപരമായ ബഷീർ കൃതി ഏതാണ്? ഓർമ്മയുടെ അറകൾ. ആത്മകഥാപരമായിട്ടുള്ള ബഷീറിൻ്റെ കൃതിയാണ് ഓർമ്മയുടെ അറകൾ. അപ്പോൾ ബഷീറിൻ്റെ ആത്മകഥ ഏതാണ് എന്ന് ചോദിച്ചാലും എന്ത് തന്നെ പറയാം? ഓർമ്മയുടെ അറകൾ എന്ന് പറയാം. ബഷീറിൻ്റെ ആത്മകഥാപരമായിട്ടുള്ള കൃതിയാണ് അഥവാ ആത്മകഥ തന്നെയാണ് ഓർമ്മയുടെ അറകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്, എട്ടുകാലി മമ്മൂഞ്ഞി എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിൽ ഉള്ളതാണ്? ആനവാരിയും പൊൻകുരിശും. അപ്പോൾ ആനവാരിയും പൊൻകുരിശും എന്ന് പറയുന്ന കൃതിയിലുള്ളതാണ് എട്ടുകാലി മമ്മൂഞ്ഞി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ കഴിഞ്ഞ 3 വീഡിയോ ക്ലാസ്സുകൾ വായനാ ദിനവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കേട്ടിട്ട് സ്കൂളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇതിലേതെങ്കിലും പ്രൈസ് കിട്ടിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നിങ്ങൾക്ക് കിട്ടിയ പ്രൈസും ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. അപ്പോൾ വീണ്ടും ഇതിൻ്റെ 2-3 പാർട്ടുകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തുന്നതാണ്. അതുവരെ എല്ലാവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്. നന്ദി, നമസ്കാരം.